ബുദ്ധപൂർണിമയോടനുബന്ധിച്ച് എറണാകുളം ജി ആർട്ട് ഗാലറിയിൽ ചിത്ര പ്രദർശനം. ശ്രീബുദ്ധന്റെ ജീവിതകാലം ഓർമ്മപ്പെടുത്തുന്ന നിരവധി ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സാംസ്കാരിക മാധ്യമ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. അവേക്കിംഗ് 2026 എന്ന പേരിലാണ് എറണാകുളം ജി ആർട്ട് ഗാലറിയിൽ ഗൗതമ ബുദ്ധന്റെ വിവിധ ക്യാൻവാസിലുള്ള ചിത്ര പ്രദർശനം നടക്കുന്നത്. 20-ലധികം കലാകാരന്മാരുടെ വിവിധ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഓരോ ചിത്രങ്ങൾക്കും പറയാൻ ഓരോ കഥകളുണ്ട്. സമാധാനത്തിന്റെയും ഉദ്ബോധനത്തിന്റെയും വിവിധ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. യുദ്ധത്തിനെതിരായ, സംഘർഷത്തിനെതിരായ, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ് ബുദ്ധൻ നൽകിയത്. ബുദ്ധസന്യാസിമാരെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന്റെ വലിയ വേദനാജനകമായ ചരിത്രമെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട്, നമുക്കറിയാം. 40-ലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. 22 ആർട്ടിസ്റ്റുകൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് അഹോരാത്രം ജോലി ചെയ്ത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള 40ഓളം പെയിൻറ്റിങ്ങുകൾ ഇവിടെ പ്രദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്കും നന്ദി പറയുന്നു. മെയ് 1-നാണ് ബുദ്ധപൂർണിമ. മെയ് 1 മുതൽ 1, 2, 3 തീയതികളിലാണ്. ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കും. സെബാസ്റ്റ്യൻ പോൾ, ഫാദർ പോൾ തേലക്കാട്ട്, CR നീലകണ്ഠൻ അടക്കമുള്ളവരും പ്രദർശനത്തിനെത്തി. മെയ് 3 വരെയാണ് പ്രദർശനം. ന്യൂസ് മലയാളം, കൊച്ചി.